ഹായ് എവരിവൺ. ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്ന ഐക്യയിലേക്കാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഐക്യയിൽ വരണം വരണം എന്നുള്ളത്. പിന്നെ ലക്ഷ്മിയുടെ കസിൻ ഉണ്ടായിരുന്നു, അഖിലും അനീഷും. ഇവരാണെങ്കിൽ പുതിയൊരു അപ്പാർട്ട്മെന്റ് വാങ്ങി. അപ്പോൾ ഫുൾ സാധനങ്ങളും ബാംഗ്ലൂർ ഐക്യയിൽ വന്നിട്ടാണ് വാങ്ങിയിട്ട് പോയത്. അപ്പൊ തൊട്ടുള്ള ആഗ്രഹമാണ്. അപ്പൊ നമുക്ക് കാണാൻ എന്തൊക്കെയുണ്ട് ഐക്യയിലെന്ന്. ഇതാണ് നമ്മൾ ഐക്കിയിലെ അകത്തേക്ക് കയറിയപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഇത് കണ്ടോ, കുറേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഒറിജിനലായിട്ട് തോന്നും. ശരിക്കും കണ്ടപ്പോൾ തന്നെ അങ്ങ് അതിശയം തോന്നി കേട്ടോ. അതുപോലുള്ള സാധനങ്ങളാണ് ഐക്കിയയിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഫ്ലവറും ഫ്ലവർ വേസുകളും. അപ്പം നമ്മൾ ഈ തുടങ്ങുമ്പോൾ ഈ ഒരു ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആരോ മാർക്സ് കൊടുത്തിട്ടുണ്ട് അവർ. ഇത് കണ്ടോ, ഇത് ഈ പ്ലാന്റ് കണ്ടോ, ഇത് കണ്ട മണി പ്ലാന്റ് അല്ലേ, നമുക്കിത് കണ്ട ഒറിജിനലായിട്ട് തോന്നുവേ. പക്ഷെ ആർട്ടിഫിഷ്യലാണ്. ഇതിൻ്റെ വില എത്രയായിരുന്നു? 999. അതായത് വിത്ത് ആ പോട്ടും കൂടെ ചേർത്തിട്ടാണ്. പ്ലാന്റ് മാത്രമല്ല, ഫുൾ സെറ്റായിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഇത് കണ്ടപ്പോൾ നമുക്ക് അതിശയം. ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതിനേക്കാളും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പ്ലാന്റ്സ് ഒക്കെ കുറേ വെറൈറ്റി ഫ്ലവർ പോട്ട്സുകളും ഈ ഫ്ലവർ വേസുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ വില നോക്കുവാണ്. പിന്നെ കാണിച്ചു തരാം ഇത് ഈസി ആയിട്ട് എങ്ങനെയാണ് വില നോക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ് ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ഇത് എങ്ങോട്ട് പോകും, ഇത് എവിടോട്ട് പോകും. അതുപോലെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ ഇതിനകത്ത് ഇവരിങ്ങനെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ആരോ മാർക്ക് നോക്കി നോക്കി പോകണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ കിട്ടും. പിന്നെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഐക്യന്ന് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഒരു ലിവിങ് റൂം സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം, അങ്ങനെ നമുക്ക് ഈ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം കണ്ടത് ഒരു ലിവിങ് റൂമാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഒരു ചെറിയൊരു സ്പേസിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഈ പിന്നെ ടേബിള്, ഡ്രസ്സിങ് ടേബിള്, പിന്നെ എന്താ വാൾഡ്രോബ്സ്, ഇതിനകത്തെ എല്ലാ സംഭവങ്ങളും ഒരു ചെറിയ സ്പേസിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്കിവിടെ മനസ്സിലാവും. പിന്നെ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഫ്ലവർ പോട്ടുകളും ഒക്കെ ഇഷ്ടംപോലെ കളക്ഷൻസാണ്. ഇതാണ് കൗച്ചിൻ്റെയൊക്കെ കളക്ഷൻ. അതായത് നമ്മുടെ സോഫ സെറ്റി എന്നൊക്കെ പറയത്തില്ല, അതിൻ്റെ കളക്ഷൻ. അതെന്ന് പറഞ്ഞാൽ അയ്യോ, എനിക്ക് അതിശയിപ്പിക്കുന്നതാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. അതുപോലത്തെ സെറ്റിങ്സാണ് അവിടെ ചെയ്തിരിക്കുന്നത്. എന്ത് രസമാണെന്നറിയോ. എല്ലാം എല്ലാം നല്ല കംഫർട്ടബിളാണ്. നമുക്കിങ്ങനെ ഇരുന്ന് നോക്കുമ്പം ആ ഒരു കംഫർട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലത്തെയാണ് ഇവിടുത്തെ ചെയറുകളായാലും. എനിക്ക് ഈ സെഷൻ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ഇരുന്ന് നോക്കുക. ഇത് കണ്ട, പ്രായമുള്ളവർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ചെയറാണ് ഇത്. പക്ഷേ ഇതിൻ്റെ വിലയൊക്കെ നമുക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇവർ നല്ല ഗ്യാരണ്ടി, നല്ല മെറ്റീരിയലാണ്. അതാണ് അവരുടെ 10 ഇയേഴ്സ് ഗ്യാരണ്ടി അവർ പറയുന്നുണ്ട്. 10 ഇയേഴ്സ് വാറണ്ടി അവർ പറയുന്നുണ്ട്. ഇപ്പം അതിന് ആ 10 ഇയേഴ്സിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓരോ സോഫയിലും ഓരോ ചെയറിലും ഇരുന്ന് നോക്കുമ്പോൾ അതൊരു ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് പറയുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇരിക്കുമ്പോൾ നമുക്ക് ആ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ കൈക്കായാലും ഇരിക്കുന്നതിനുള്ള ഒരു സുഖം നമുക്ക് ഇരുന്ന് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. സാധാരണ നമ്മൾ ഈ കൗച്ചൊക്കെ വാങ്ങാൻ പോകുമ്പം നമുക്ക് ഇത് കണ്ട്, ഈ ചെയർ കണ്ട്, ഇത് ഒരു സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസിൽ കാണുന്നൊരു ചെയറല്ലേ. അപ്പം എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ യെല്ലോ ചെയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കണ്ട, ചെറുത് ആദവിന് പറ്റിയതാണ്. അപ്പം ആദവും ഞാനും ആമിയും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് നോക്കി. എനിക്ക് ആ യെല്ലോ അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് വരുമ്പം നമ്മുടെ കോട്ടുകളുടെ സെക്ഷൻ കേട്ടോ. കോട്ടുകൾ എന്ന് പറഞ്ഞാൽ പല ടൈപ്പുണ്ട്. പിന്നെ ഇത് ടേബിൾസ്, പിന്നെ എന്താ പറയുന്നത്, ചെറിയ ചെറിയ സ്റ്റഡി ടേബിൾസ്, ഓഫീസ് ടേബിൾസ്, അങ്ങനെ അതൊക്കെ. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ നമുക്ക് പല സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇതുണ്ട് കണ്ടെയ്നേഴ്സ്, പ്ലാസ്റ്റിക് ടിൻസുകൾ, ബോക്സുകൾ, ഇങ്ങനത്തെ അതിൻ്റെ കുറേ കളക്ഷൻ. അതൊന്നും വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. എൻ്റെ 3, 4 പേരും നമുക്ക് ഈ പറയുന്ന എന്താ, ഫ്രിഡ്ജിലൊക്കെ വെക്കാം. ഇത് കണ്ടില്ലേ, പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ചാർട്ട് പോലത്തെ. അത് നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ ഇങ്ങനെ റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ്. അത് കഴിഞ്ഞപ്പോൾ ഡൈനിങ് ടേബിൾ. ഈ റൂമിൻ്റെയൊക്കെ ഇങ്ങനെ വാൾ ഹാങ്ങിങ്സ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു ഡൈനിങ് ടേബിളിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള സിസ്റ്റം. അതും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാണ്ടോ, കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഈ പോട്ട് കണ്ടില്ലേ, ഈ ടീ പോട്ട്, ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നി കേട്ടോ. ഇതിങ്ങനെ ഒരു കപ്പുമായിട്ട് വെച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ആക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുടിക്കുന്നതായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞാൽ ടൂൾ സെറ്റുകൾ, എന്താ വേണ്ടാത്ത നമ്മുടെ ഒരു വീട്ടിലേക്ക് കൊണ്ട് എല്ലാ സംഭവങ്ങളും ഇതിനിടെ ഉണ്ട് കേട്ടോ.
ഇത് കണ്ട കപ്പുകൾ ആക്ച്വലി ഇത് ചെയ്തിരിക്കുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു ഷെഡ് പോലെ അടിച്ചിട്ടാണ് ഇത് ഇട്ടിരിക്കുക. ഇതൊരു ബിൽഡിങ്ങിനകത്തൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും അതിശയം തോന്നി. ഈ ഡൈനിങ് ടേബിൾ കണ്ടോ, ഇത് ആക്ച്വലി 4 ടേബിളായിട്ട് യൂസ് ചെയ്യാം, 6 പീപ്പിളിനുള്ള ടേബിളായിട്ട്. ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെയറുകളുണ്ട്, പക്ഷേ ചെയറുകളൊക്കെ സെപ്പറേറ്റ് ആണ്. ടേബിൾ മാത്രമായിട്ടാണ് അവർ വിലയിട്ടിരിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ, കോമ്പാക്റ്റ് പ്ലേസിൽ നമുക്കിടാം. അങ്ങനെ ഞങ്ങളെല്ലാം നടന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ആകെ ടയേർഡായി, എല്ലാവർക്കും വിശക്കുന്നു. അപ്പം ഇവിടെ ഒരു സ്വീഡിഷ് ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മോ എന്തോ ഒരു ക്യൂ ആണെന്നറിയോ. പക്ഷേ ഇവിടുത്തെ സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ബില്ല് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ട്രോളിയുമായിട്ട് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കളക്ട് ചെയ്തിട്ട് വരിക. എന്നിട്ട് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എന്താ ഇങ്ങനെ ഇടുക. ഞാനിത് ആദ്യമായിട്ട് കാണുവാണ്. പുറത്തൊക്കെ ഉള്ളവർ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കാണുക. ഇത് കണ്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ വേസ്റ്റ്, ഈ പാത്രങ്ങളും നമ്മുടെ ആ വേസ്റ്റും എല്ലാം കൂടി ഇടുക. പിന്നെ ഇതാണ് ആ ഹോള്, ഡൈനിങ് ഹോള്. ഇവിടെ നമ്മൾ ഫുഡ് എടുത്തിട്ട് ട്രോളി കൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുക. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ചൂടാക്കി കഴിക്കാൻ വേണ്ടി ഓവനും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അത് അപ്പം നമുക്കവിടെ ക്യൂ കാരണം കഴിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളെന്തോ ചെയ്തു, നേരെ താഴെ വന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് സിസ്റ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ കുറേ ഡ്രൈ ഫ്രൂട്ട്സുകളും ബിസ്ക്കറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നമ്മളവിടെ ടിന്നിലുള്ള ടീ ഒക്കെ കിട്ടുവേ. അപ്പോൾ ഇവിടെ അധികം തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ഇവർക്ക് തൽക്കാലം ഇവരുടെ ഒരു വിശപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ അവിടുന്ന് 2 മൂസ് കേക്ക് മേടിച്ചു കേട്ടോ. ഇത് കണ്ടോ, അവർക്ക് 2 പേർക്കുള്ളതാണ്. പിന്നെ നമ്മളെല്ലാം കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു. നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ തീരത്തില്ല. അങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ വെച്ച് ഞങ്ങളുടെ അന്നത്തെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ലേഡീസിനുണ്ടല്ലോ പറയാൻ പറ്റില്ല, അതുപോലത്തെ സെലക്ഷൻ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. എനിക്കിങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങുന്നതിനേക്കാളും ഇതെല്ലാം ഒന്ന് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ പിന്നെയും ഇറങ്ങി. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഒരു വീട് സെറ്റ് ചെയ്യുമ്പോൾ ആ വീട്ടിലേക്കുള്ള നമ്മൾ ഒരു പുതിയ വീടോ ഒരു ഫ്ലാറ്റോ നമ്മൾ എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ നമുക്ക് അതിലേക്കുള്ള എല്ലാ സംഭവങ്ങളും, ഈവൻ ഡൈനിങ് ഹാള്, കിച്ചൺ, ലിവിങ് റൂം, ബാത്റൂം, ബെഡ്റൂം, ഇതിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഒരു ഫ്ലാസ്ക്കാണ്. ഈ ഫ്ലാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളറും നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട്, നമുക്ക് ബാംഗ്ലൂരിലെ വെതറിലാണെങ്കിൽ ഞാൻ എപ്പോഴും ചൂടുവെള്ളം കുടിക്കുന്ന ആളാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നാൽ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങി. ഇതിൻ്റെ കളർ കണ്ടു, എനിക്ക് ഇതിൻ്റെ കളറാണ് ഇഷ്ടപ്പെട്ടെ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊരെണ്ണം വാങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് ഓരോ സെക്ഷനിലും വരുമ്പോൾ എന്നെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സെക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ എന്ന് പറഞ്ഞാൽ നിറയെ പ്ലാന്റ്സ്. ഇത് കണ്ടോ, ഈ ഇതെല്ലാം ഒറിജിനലാണ്. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറിജിനൽ പ്ലാന്റ്സ് ചെയ്താൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ചെയ്താന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അതിശയം തോന്നും. ഇതെല്ലാം ഒറിജിനൽ പ്ലാന്റ്സുകളാണ്. അതിൽ പലതരം പോട്ടുകളും, ഈ പ്ലാന്റ്സും പോട്ടുകളും എത്ര പറഞ്ഞാലും മതിയാവത്തില്ലപ്പാ. അയ്യോ എൻ്റെ ദൈവമേ, എന്തോരം രസമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇതെല്ലാം പോട്ടുകളാണ്, പല വെറൈറ്റി പോട്ടുകളുണ്ട് കേട്ടോ. ഈ ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്ന് കാണുക. പക്ഷെ കുറച്ച് വില കൂടുതലായിട്ട് എനിക്ക് തോന്നി, പക്ഷെ അതിൻ്റേതായ ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇത് കണ്ടോ, പോട്ടുകൾ, പിന്നെ വെള്ളം ഒഴിക്കുന്ന സംഭവങ്ങൾ, ഈ ഗാർഡനിങ്ങിന് വേണ്ട എല്ലാ സംഭവവും. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ട് നോക്കുക. ഈ സെക്ഷനെല്ലാം ഒറിജിനൽ പ്ലാന്റ്. അടുത്ത സൈഡിലെന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ആർട്ടിഫിഷ്യൽ സെക്ഷൻസും ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഇരിക്കും ആർട്ടിഫിഷ്യൽ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ട് കാണുക. ഇത് കണ്ടോ, ഇവിടെ വരുമ്പോൾ പോട്ടുകളാണ്, ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ്. ഈ ബാമ്പൂവിൻ്റെ തന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ബാമ്പൂവിൻ്റെ പോട്ടുകൾ തന്നെ നമുക്ക് ചെടിയൊക്കെ വെച്ച് ഒരു പോട്ടിൽ വെച്ചിട്ട് ഈ ബാമ്പൂവിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് തോന്നും. ഈ സെക്ഷൻ ഇത് കണ്ടോ, ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ് കേട്ടോ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാണെന്ന് തന്നെ തോന്നിപ്പോവും. അങ്ങനെ ഇവിടെ കുറേ നേരം ഞാൻ സ്പെൻഡ് ചെയ്തു കേട്ടോ. എനിക്ക് ആക്ച്വലി ഈ സെക്ഷനിൽ നിന്ന് മാറാനേ തോന്നുന്നില്ലായിരുന്നു. ഈ ഫ്ലവർ കണ്ടോ, ഈ സൺഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ ഇത് 49 റുപ്പീസാണ്. ഈ സൺഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് ഒറിജിനൽ സൺഫ്ലവർ ആണ്. പിന്നെ ഞാൻ ആക്ച്വലി വാങ്ങണം 2-3 പ്രാവശ്യം വിചാരിച്ചു ഇത് വാങ്ങാമെന്ന്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ കുഞ്ഞാളുള്ളതുകൊണ്ട് അവൻ അതിങ്ങനെ ഓരോന്നും എടുത്ത് കളയും. അപ്പം ഞാൻ വെച്ചു അവൻ കുറച്ചൊന്ന് വളർന്നിട്ട് കഴിയട്ടെ, കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനത്തെ വാങ്ങി വെക്കണമെന്ന്. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ ഇതിങ്ങനെ ഓരോന്നും എടുത്ത് കളയും. അപ്പം നമ്മളിപ്പോൾ ഉള്ളതൊക്കെ കൂടെ തന്നെ എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഒരു വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ മാറ്റി വെക്കാമല്ലോ.
പ്ലോട്ട് ഇങ്ങനത്തെ കുറേ സെറ്റ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യുമ്പം ദിവസം ഇങ്ങനെ ഓരോ ആഴ്ചയിൽ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് എടുത്ത് മാറ്റി വെക്കാൻ പറ്റുമല്ലോ. അതുപോലത്തെ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഈ ഇല കണ്ടില്ലേ, ഇത് രസമല്ലേ കാണാൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനലാന്ന് പറയാം, ആര് കണ്ടാലും പറയും ഒറിജിനലാന്ന്. ഈ സെക്ഷനിൽ വന്നിട്ട് എനിക്കാണെങ്കിൽ കണ്ണെടുക്കാൻ പറ്റാത്ത പോലത്തെ കളക്ഷൻസ് ആയിട്ടാണ് തോന്നിയത്. ഈ ഫ്ലവർ കണ്ടില്ലേ, ഇത് കണ്ടോ, ഒറിജിനലായിട്ട് തന്നെ തോന്നിപ്പോവും. പക്ഷെ അധികം വില ഇട്ടോ കേട്ടോ, ഓരോന്നും 49, 48, 101, 102, 150 ഇങ്ങനെ ബഞ്ചായിട്ട് വരുന്നതിനൊക്കെ 150, 149, 139 അങ്ങനെയൊക്കെ റുപ്പീസാണ്. അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഈ സെക്ഷനിൽ നിന്ന് മാറാനേ തോന്നുന്നില്ലപ്പോൾ. ഇത് രസമാണ് കാണാൻ. ഇനിയും എനിക്ക് ശരിക്കും ഭയങ്കര അതിശയമായിട്ട് തോന്നി കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഈ ഐക്യയിൽ എന്താ സംഭവം എന്നൊന്ന് കാണാൻ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ എല്ലാവരും വന്നപ്പം ചേട്ടനൊക്കെ വന്നിരുന്ന സമയത്ത് ലക്ഷ്മിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ലക്ഷ്മിയൊക്കെ ഉണ്ടായപ്പോൾ നല്ല രസമായിരിക്കും ഇങ്ങനെ കാണാൻ പോകാൻ. അപ്പം ഞങ്ങളിങ്ങനെ പോയതാണ്. ഇത് കണ്ട ഈ ഫ്ലവർ വേസുകളുണ്ട്, ഫ്ലവർ വേസുകളും ഇതൊക്കെയുണ്ട്. അപ്പം നമ്മൾ ഈ ഫ്ലവർ വേസുകളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പോയതാണ്. ഈ ഫ്ലവർ വേസ് കണ്ടില്ലേ, എന്തോരം വെറൈറ്റി ഫ്ലവർ വേസുകളാണെന്നറിയാവോ. അപ്പോൾ നമ്മളൊരു വീടൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെയൊക്കെ വെക്കാം. അങ്ങനെ ഇതിനകത്ത് കുറച്ച് ക്യാൻഡിൽ, ഇത് കണ്ട് ഇതെല്ലാം ക്യാൻഡിൽസിൻ്റെ സെക്ഷനാണ്. ഭയങ്കര മണോ ഇവിടെ പോയാൽ. എല്ലാം ഈ നല്ല ഫ്രാഗ്രൻറ്റ് തരുന്ന ക്യാൻഡിൽസാണ്. നല്ല സ്മെല്ലാണ്. അതിൻ്റെയൊക്കെ ഹോൾഡിങ്സും കാണണം കേട്ടോ, അത് നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളിങ്ങനെ പെട്ടെന്ന് കണ്ടുപോയി, കാരണം വാങ്ങണമെന്നൊന്നുമില്ല, പക്ഷെ കാണാനൊരു സുഖം, അതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്നുള്ള സെക്ഷനാണ് ലൈറ്റിൻ്റെ. അതിൻ്റെ അപ്പോൾ എന്തോരം വെറൈറ്റി ലൈറ്റുകളാണ്, എത്ര കണ്ടാലും മതിയാവത്തില്ല. അതുപോലത്തെ വെറൈറ്റി ലൈറ്റുകളുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനത്തെ വെറൈറ്റി വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമുക്കൊരു സാധനത്തിൻ്റെ വില നോക്കണമെങ്കിൽ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. പിന്നാണ് ഞാനിത് കണ്ടത്. അപ്പോൾ ആദ്യം എന്നെ ഇങ്ങനെ കാണിച്ചു തന്നു കണ്ടോ, ഇങ്ങനെ സ്കാൻ ചെയ്ത് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ വരും. എത്ര ലിറ്റേഴ്സാണെന്നും അതിൻ്റെ വില എങ്ങനെയാണെന്നും. അതും അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അപ് ടു 70% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിനും ഈ ഇട്ടിരിക്കുന്ന ഡിസ്കൗണ്ട് റേറ്റുകൾ നമുക്കിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാം. ഇത് കണ്ടോ, ഇതൊക്കെ ബാത്റൂമിൻ്റെ സെക്ഷനാണ്. അപ്പം നമ്മൾ താഴെ മുകളിൽ കണ്ടിരുന്നത് മുഴുവൻ ബെഡ്റൂമുകളും ലിവിങ് ഏരിയയും ഈ ഏരിയയും ഒക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം ബാത്റൂമിൻ്റെ സെക്ഷനാണ്. ബാത്റൂം ഒരു കുഞ്ഞൊരു ഒരു സ്ക്വയർ ഫീറ്റ്, എനിക്കൊന്ന് വളരെ കുറച്ചൊരു സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഈ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ ബാത്റൂമിനകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ആ ചെറിയ സ്പേസിൽ നമുക്ക് എങ്ങനെ ഒരു ബാത്റൂം സെറ്റ് ചെയ്യാം, വിത്ത് കമ്മോഡും ഒക്കെ ആയിട്ട്. ഇത് കണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഡോർ മാറ്റ്സാണ്. നമ്മുടെ ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡോർ മാറ്റ്. പിന്നെ ഇത് കുറേ മാറ്റുകളുണ്ട്, ഫ്ലോർ മാറ്റ്സിൽ എനിക്കൊരു വെറൈറ്റി ഫ്ലോർ മാറ്റ് കണ്ടു കേട്ടോ. നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ പോലത്തെ ഒരു ഫ്ലോർ മാറ്റ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അത് കുറേ നേരം നോക്കി. ഇത് കണ്ടോ, സോളാർ സിസ്റ്റം എല്ലാം ഉണ്ട് കേട്ടോ. സണ്ണ് 3 മാസം എല്ലാം ഉള്ള ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ ഡോർ മാറ്റ്. അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ സാധനം കണ്ടോ, ഇത് 49 റുപ്പീസാണ്. ഇതൊരു മൊബൈൽ ഹോൾഡിംഗ് ആണ്. മൊബൈൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. അത് പല രീതിയിൽ മൊബൈൽ വെക്കാം. ഇപ്പം നമ്മൾ കിച്ചണിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വെക്കണമെങ്കിൽ, ഞാൻ കിച്ചണിൽ വെക്കുമ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ടൈം പാസിന് ഇങ്ങനെ മൊബൈൽ വെക്കുവേ. അപ്പോൾ ഇത് കേട്ടോ, ഇതിങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. അധികം സ്പേസ് ഒന്നും വേണ്ട ഈ സംഭവത്തിന്. കേട്ടോ, 49 റുപ്പീസാണ് ഈ സാധനം. കുഞ്ഞൊരു സാധനമാണ്. എന്നിട്ട് ഇത് നമുക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു വെറൈറ്റി ഐറ്റം. ഇത് ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെ സെക്ഷനാണ്. അപ്പോൾ എന്തോരം കണ്ടെയ്നേഴ്സാണെന്നറിയോ, ഈ ഫുൾ സാധനങ്ങളാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ, പല വെറൈറ്റി പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോക്സ് ഉള്ളത്, ഓപ്പണായിട്ട് വെക്കാൻ പറ്റുന്നതും അടച്ചു വെക്കാൻ പറ്റുന്നതും. ഇത് കണ്ട, ആദ്യം സെലക്ട് ചെയ്ത് വന്ന എന്തിനാണെന്നറിയോ, അവൻ്റെ ടൂൾ സെറ്റൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി. അവൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഓരോ സാധനങ്ങളും ഇത് ചെറിയ സെപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനിതെല്ലാം ഇങ്ങനെ ഇടാൻ വേണ്ടി അവൻ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അവനിങ്ങനെ ഓരോന്നും അവിടെ ഇവിടെയൊക്കെ ഇടുമ്പോൾ ഞാൻ വഴക്ക് പറയും. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും അതിശയം തോന്നി കേട്ടോ. എത്ര ഒരു ചെറിയ 100 ഗ്രാംസ് തൊട്ട്
65 ലിറ്റേഴ്സ് വരെ കൊള്ളാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉണ്ട് ഇവിടെ. 65 ലിറ്റേഴ്സിൻ്റെ വരെയുള്ള. അയ്യോ എന്ത് രസമാണ്. നമുക്ക് ഈ ഈ എന്താ പറയുന്ന സോപ്പ് പൊടിയും ഗോതമ്പ് പൊടി അരി അങ്ങനെയൊക്കെ ഇട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ബോക്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ വെറൈറ്റി കളക്ഷൻസ്. അങ്ങനെ ഞാനും പ്ലാസ്റ്റിക്കിൻ്റെ 2 കണ്ടെയ്നേഴ്സ് മേടിച്ചു. ഇത് കേട്ടോ, ഇവിടെ വന്നപ്പോൾ ഒരു ലൈറ്റ് കേട്ടെ, എന്ത് രസമല്ലേ ഈ ലൈറ്റ്. ഇങ്ങനെ ചെയ്യാം, ഇത് കണ്ടോ, ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ നേരം ആ ലൈറ്റിൽ നോക്കി നിന്നു. അതാണ് ഈ വീഡിയോ കുറേ നേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൊള്ളാമല്ലോ നോക്കിക്കൊണ്ട്. അത് കഴിഞ്ഞും ഇതിൻ്റെ വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ കുറേ ഉണ്ട്. അപ്പം ആക്ച്വലി നമുക്കിത് ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ നോക്കാനും ഷൂട്ട് ചെയ്യാനും ഉള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നടന്ന് ശരിക്കും ടയേർഡായി എന്ന് തന്നെ പറയാം. അങ്ങനെ ഈ സെക്ഷൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമ്മളിങ്ങനെ വേഗം കണ്ടു പോവുകയാണേ. അത് കണ്ടില്ലേ. അപ്പോൾ കുട്ടികൾ എല്ലാവരും കൂടെ പോയ കാരണം കുട്ടികളൊക്കെ ഉള്ള കാരണം അവരൊക്കെ ടയേർഡായി. ആക്ച്വലി അവർ സ്നാക്സും അതും ഇതുമൊക്കെ കഴിച്ചെങ്കിലും അവർ ടയേർഡായി. നമുക്കൊരു രാവിലെ കയറിയാൽ വൈകുന്നേരം വരെ ഉള്ളതുകൊണ്ട് ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കണ്ട മൂന്നിനെ കണ്ട എന്താ ഒറിജിനലായിട്ട് തോന്നുമെന്ന് അറിയാമോ. ഇത് നമുക്ക് വാൾ ഹാങ്ങിങ് ആയിട്ട് ഈ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ആയിട്ടില്ലേ, അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. ഇത് കണ്ട പിക്ചർ പിന്നെ ക്ലോക്കുകൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയ നല്ല സിമ്പിളായിട്ട് ക്ലോക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ക്ലോക്കുകൾ. അങ്ങനെ നോക്കുവാണെങ്കിൽ എന്താ വേണ്ടാത്ത, അവിടെ എന്താ നമുക്ക് കിട്ടാത്ത എല്ലാ സംഭവങ്ങളും കിട്ടും. അങ്ങനെ ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഐക്യയുടെ വിസിറ്റ് നല്ല രസമായിരുന്നു. നല്ല എല്ലാവരും കൂടെ പോയിട്ട് ഇങ്ങനെയൊക്കെ കണ്ട് ഇതൊക്കെ കണ്ണിനൊരു കുളിർമ കിട്ടും. നമുക്ക് കുറേ സാധനങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങളും കുറച്ച് സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ വളരെ കുറച്ച് ഞാൻ ആ ഫ്ലാസ്ക് വാങ്ങിയിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളെ വാങ്ങിയുള്ളൂ. അങ്ങനെ ഞങ്ങളതെല്ലാം വാങ്ങി ഞങ്ങൾ ഐക്യയിൽ നിന്ന് ഇറങ്ങി. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഐക്യ നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ട് ഇതിന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ കാണണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ താങ്ക് യു. അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഐക്യ വിസിറ്റ്. അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ബൈ ടു ഐക്യ.